അല്ല എൻ്റെ ഒരു പേടിയുണ്ട് സാർ. ഒരു പേരെന്തോ സുനി എന്നാണ് സംസാരത്തിനിടയ്ക്ക് കേട്ടു. സുനി എന്ന് പറഞ്ഞിട്ട് വവ്വാല് സുനി. അല്ലല്ല കണ്ടാലേ അറിയാം. ആ ഒരു കട്ട മീശയൊക്കെ വെച്ചിട്ട് അത് തന്നെ. പിന്നെ ഒരു പൊക്കം കുറഞ്ഞ് കറുത്തിട്ട ഒരാളാണ്. നെറ്റിയിൽ ഇങ്ങനെ ഒരു അടയാളമുണ്ട്, ഒരു വര. വെട്ടിന്റെ അടയാളം അതല്ലേ സാർ? പ്രശ്നമാണല്ലേ? ജയിലിൽ നിന്നോ? അള്ളു ബിജുവോ? സാർ ഇനിയിപ്പോ ഈ രാത്രി സമയം എങ്ങോട്ട് മാറാനാണ് ഞാൻ? നാളെ പിന്നെ സാറൊന്ന് ഞാൻ ചെയ്യാം സാർ, ചെയ്യാം. ഞാൻ വൈഫിനോട് പറയാം, നോക്കാം, മാറാം. നാളെ വേണ്ട ചെയ്യണം സാർ. അമ്മ രാമങ്കലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തിനു വിളിച്ചേ? ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ രാമങ്കൾ ഇവിടെ ഇല്ല, മണിക്കൂട്ടൻ മാമനും. എന്റെ സഹോദരന്റെ സംരക്ഷണ കഴിയാനാണെങ്കിലേ ഞാൻ പുലിനടയിൽ തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നല്ലോ. നിന്റെ അച്ഛനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന്? അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മ ആരൊക്കെ വന്നാലും അമ്മയുടെ കട്ടക്ക് ഞാനുണ്ടാവും. ബെസ്റ്റ്, നല്ല മോള് ഇങ്ങനെ തന്നെ പറഞ്ഞോളൂ. മണി, ഞാൻ അസോസിയേഷൻ സെക്രട്ടറി വിളിച്ച് അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആ വവ്വാല് സുനി എന്ന് പറഞ്ഞ മഹാ അലിമ്പാനാണ്. അവനാണെങ്കിൽ ഇപ്പൊ 10-12 കേസുണ്ട്. പിന്നെ അവന്റെ കൂടെ നിൽക്കണ നിന്റെ പേര് ഉടക്കി സംസാരിച്ചില്ലേ, അവനാണ് അള്ളു ബിജു. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഈ രണ്ടും കൂടെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവന്മാർ രണ്ടും കൂടെ എന്തും ചെയ്യും, ഇടവും മരം തിരിഞ്ഞു നോക്കി എന്ത് ചെയ്യുന്നവനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഒന്നും മാറിയുന്നില്ലേ സാറേ, നാളെ രാവിലെ നമുക്ക് കാര്യം നോക്കാന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ് അമ്മ. നമുക്ക് പുലിനട വീട്ടിലോ പാറയുള്ള വീട്ടിലോ പോയി. ആണല്ലേ? ശരിയാണല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, നീയും നിന്റെ അച്ഛനും കൂടെ പൊക്കോ എവിടെയെന്ന് വെച്ചാ. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഒരിടത്തും വരുന്നില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയും. ഞാനും. അച്ഛാ, ഒരു പ്രശ്നം വരുമ്പോഴേ പേടിക്കാതെ നേരിടാൻ പഠിക്കണം, അല്ലാതെ പേടിച്ച് ഒളിക്കല്ല ചെയ്യേണ്ടത്. പേടിയൊന്നുമില്ല. പണ്ട് ഞാനേ വലിയൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ഗുണ്ടേനെ അമ്പലത്തിൽ വെച്ച് നോക്കി പേടിപ്പിച്ച് അതോടുകൂടി ഗുണ്ട ബോധം കെട്ട് വീണ് ഗുണ്ടയുടെ ഗുണ്ടായിസം പറഞ്ഞ് അങ്ങനെ ഭജനായിരുന്നു അമ്പലത്തില്. അയ്യോ അതങ്ങനെയല്ല. ഇനി ആ പുളുക്കതിനെ പൊലിപ്പിച്ച് പറയണ്ട. മണി, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് വളർന്നു വരുന്ന 2 പെൺമക്കളാണ്. നമ്മളെല്ലാം കണ്ടും കേട്ടും വേണം കാര്യങ്ങൾ നീങ്ങാൻ. ഓ, തുടങ്ങി. എല്ലാ പെൺമക്കളുള്ള അച്ഛനമ്മമാര് പറയുന്ന സ്ഥിരം ഡയലോഗ് ഒന്ന് മാറ്റി പിടിയച്ചാ. അതെ, ഈ പെൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ? ഇവന്മാരെ പോലുള്ളവന്മാരെയൊക്കെ പേടിച്ച് ജീവിക്കണോ? ഞാൻ ഇവിടെ പറഞ്ഞ നിങ്ങൾക്കൊന്നും ഒരു വിലയില്ല. എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും, എനിക്കൊന്നും കേൾക്കട്ടെ. നിങ്ങൾ എന്താ ചെയ്യും? അമ്മ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് അമ്മയെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല. അവരെങ്ങനെ കയറി വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? നീ ഒന്നും ചെയ്യണ്ട. നീ നിന്റെ അച്ഛൻ്റെ കൂടെ ചെന്നിരുന്ന് പേടിച്ചിരുന്നു അവിടെ. ചെല്ലു. ഞാൻ പറയാളോ പറഞ്ഞു. അമ്മ എന്താണ് ചെയ്യാൻ പ്ലാൻ? ആദ്യം അവന്മാര് ഈ ഗേറ്റിനകത്ത് കിടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ചിന്തിക്കാം എന്തോന്ന് വേണമെന്ന്. അതെ അമ്മ, എനിക്കേ ആലോചിക്കുമ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടാ. അവിടെ വെച്ച സംഭവം നടക്കുമ്പോഴേ ഇത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞാനും കരുതിയില്ല. ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിന് കയറി ഒന്ന് പൊട്ടിച്ചതാ. അവന്മാരതൊരു വലിയ വെല്ലുവിളിയായിട്ട് ഇട്ടെടുത്ത് ഇങ്ങോട്ട് കയറി വരുന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അമ്മ അച്ഛനോട് വീരവാദം മുഴക്കിയത്? അത് പിന്നെ നമ്മുടെ ഒരു പുലിനട വീട്ടിലേക്കല്ലേ ഞാൻ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.